കോഴിക്കോട് ബേപ്പൂർ മത്സ്യബന്ധന ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടിന് തീപിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. തീപിടിച്ച ഉടൻ മറ്റ് തൊഴിലാളികൾ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥാണ് നൽകുക. ദീപ, ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതിൽ ഈ ഘട്ടത്തിൽ വ്യക്തത വരുന്നുണ്ടോ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി അതിപ്പോൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രി 11:45 സംഭവം ഉണ്ടാവുന്നത്. ലക്ഷദ്വീപ് സ്വദേശി ദിൽബറിന്റെ ബോട്ടാണ് കത്തി നശിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പൂർണ്ണമായും ബോട്ട് കത്തി ചാമ്പലായൊരു നിലയിലാണ്. നാശനഷ്ടം പോലും കണക്കാൻ പറ്റാത്തൊരു രീതിയിൽ അത്രയും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എഞ്ചിനിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പറയുന്നത്. 3 തൊഴിലാളികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. ഇവർ തീ ആളിക്കത്തിയപ്പോൾ തന്നെ ഇവർ ബോട്ടിൽ നിന്ന് കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടെങ്കിലും 2 പേർക്ക് നന്നായി പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ താജ്, അക്ബർ, റഫീഖ് എന്നിവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് 70% പൊള്ളലുണ്ട് എന്നാണ് പറയുന്നത്. 2 പേരും ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്കൊപ്പം ബോട്ടിന്റെ ഉടമ ലക്ഷദ്വീപ് സ്വദേശി ദിൽബർ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ 11:45 ഇവർ ഈ കള്ളിയിലെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ കൊണ്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ എൻജിൻ്റെ കുറച്ച് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീസലൊക്കെ ലീക്കായിട്ട് കള്ളിയിൽ കുറച്ച് ഡീസൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ഈ ബാറ്ററി വെച്ചിട്ട് സ്പാർക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ബാറ്ററിയിൽ നിന്ന് തീ പൊട്ടി. തീ സ്പാർക്ക് ചെയ്തപ്പോൾ ഡീസലിൽ കയറി പിടിച്ച് പെട്ടെന്ന് ആളിക്കത്തി. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. പിന്നെ ഗ്യാസും പിന്നെ ഡീസലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഡീസൽ ടാങ്കിലും പെട്ടെന്ന് ആളിക്കെത്തിയപ്പോൾ പിന്നെ അവരെ പെട്ടെന്ന് നമ്മൾ വേറെ ബോട്ടുണ്ടായിരുന്നു അടുത്ത്, അതിൽ അവരെ കരക്കെത്തിച്ച്. പിന്നെ ആരിൻ്റെ അടുത്ത് പോയില്ല. പിന്നെ ഫയർഫോഴ്സ് ഇവരൊക്കെ എത്തുമ്പോഴത്തേക്കും തീയൊക്കെ ടാങ്കിൽ കത്താൻ തുടങ്ങി. ടാങ്ക് വരെ ഡീസൽ ടാങ്കിൽ കത്തുമ്പോൾ പിന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ കത്തി. പിന്നെ ഒരു 3 മണി 3:30 ആയി തീയൊക്കെ കെടുത്തി കിട്ടിയപ്പോഴേക്കും ഏകദേശം ഇപ്പോൾ ഒരു 35 രൂപയൊക്കെ നഷ്ടം ഉണ്ടാവും മൊത്തമായിട്ട്. നമ്മളിപ്പോൾ എല്ലാ സാധനവും റെഡിയാക്കി വിട്ടായിരുന്നല്ലോ. പരിക്കേറ്റവരുടെ ഒരു അവസ്ഥ? പരിക്കേറ്റ് ഒരാൾക്ക് 70% പൊള്ളലുണ്ട്. അയാൾ ബേബി മെമ്മോറിയൽ ICUവിലാണ്. മറ്റയാൾക്ക് 40% പൊള്ളലുണ്ട്. അപ്പോൾ മറ്റേ ഒരാളുടെ അവസ്ഥ ഇച്ചിരി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമില്ലെന്ന് അറിഞ്ഞത്. ഡേയ്സ് ഒന്നും കിട്ടിയില്ല. എങ്ങനെയാണിത്? മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നപ്പോഴായിരുന്നോ സംഭവം? എങ്ങനെയാണിത്? മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നപ്പോഴായിരുന്നു സംഭവം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം റെഡി ആയിട്ടായിരുന്നു, തിരിച്ച് ദ്വീപിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ആയത്? ഇതാണ് ഈ ഹാർബറിന് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് തീ അണച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബോട്ട് ഹാർബറിനോട് അടുപ്പിച്ചിടുന്നത്. ഏകദേശം നാശനഷ്ടം കണക്കാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഉടമ ദിൽബർ പറയുന്നത്. ഏകദേശം രാത്രി 11:45 തീപിടുത്തം ഉണ്ടാകുന്നത്. 3:30 കഴിഞ്ഞതിന് ശേഷമാണ് തീ അണച്ചത് എന്നാണ് പറയുന്നത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദീപ ഹരീന്ദ്രനാഥ്, മനോരമ, കോഴിക്കോട്. ഫയർ സർവീസിന് ഞാൻ വിളിക്കുക ഇവിടെ നമ്മളെ ഹാർബറിൽ ഒരു ബോട്ട് എപ്പോൾ വിളിക്കാം. ഇത് കണ്ട ആ രീതിയിലായിട്ട് എല്ലാം സലാമത്താക്കി എല്ലാവരുടെയും രൂപ ഉണ്ടാവണം. ആരും ഇല്ലാണ്ടായിപ്പോട്ടെ. ഏത് കഥയും കൂടിയില്ല. ഏതായാലും വീഡിയോ അപ്ലോഡ് ചെയ്തു. ആള് 1000 ലിറ്ററിന് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2 ദിവസത്തായിരുന്നു ടാങ്കുള്ളല്ലേ?